ഹായ് ഫ്രണ്ട്സ്, ആകാശാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ആകാശമുള്ള ഹായ്, ആകാശമുള്ള ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആകാശമുള്ള വന്നേ, ഒരുപാട് നാളെ ശേഷമാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഒരാഴ്ചത്തെ വിശേഷങ്ങൾ ഒരുമിച്ച് പറയാമെന്ന് വിചാരിച്ചു കേട്ടോ. കൊച്ചൊന്നുമില്ല, പിന്നെ ഞാൻ എന്തൊക്കെ പറയാനാണ്. കുഞ്ഞിനെ കോൾഡാണെന്ന് ഇപ്രാവശ്യം. എനിക്കും കോൾഡായിരുന്നു കേട്ടോ. എൻ്റെ ഇത്തിരി മാറിയപ്പോഴത്തേക്ക് ആകാശം നമുക്ക് കോൾഡ് പറയാം അല്ലേ മുത്തേ? കോൾഡായിട്ട് അതേ ചുണ്ടല്ലേ അങ്ങ് പൊട്ടി. കണ്ടേ ഇവിടെയൊക്കെ ചുണ്ടൊക്കെ പൊട്ടിയിരിക്കുന്നുണ്ടോന്നേ. അങ്ങോട്ട് നോക്കി, ഇത് ആകാശയുടെ കൂട്ടുകാർ ആകാശമാണ് വിളിക്കുന്നത്. അത് ഇടയ്ക്ക് ആകാശമുക്ക് ഫിക്സ് വന്ന ഇടയ്ക്ക് ഒരു ദിവസം ഡേറ്റ് ഒന്നും എഴുതിയില്ല, കലണ്ടർ എഴുതിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ചൂടും തണുപ്പൊക്കെ ആയതുകൊണ്ട് പുറത്ത് പോകാതിരുന്നെങ്കിൽ പിന്നെ ഫിക്സ് അടിച്ചാൽ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ ബോറല്ലേന്ന് അങ്ങനെ ഒരു ദിവസം പുറത്ത് കൊണ്ടുപോയി. അങ്ങനെ പുറത്ത് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വന്ന് വീട്ടിൽ എത്തി. പിറ്റേ ദിവസം കോൾഡും വന്നു. അല്ല മോളെ, ഇപ്പൊ അടുത്ത കൊറോണയൊക്കെ സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഇനി കുഞ്ഞിനെ കൊണ്ട് പുറത്തേക്ക് പോകാൻ പറ്റും. ആകപ്പാട് അവിടെ സന്തോഷം എന്ന് പറയുന്നത് കൊന്നൊന്ന് പുറത്ത് പോകാന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഈ രണ്ടാമത് കൊറോണ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇനിയിപ്പോൾ പുറത്ത് പോകാൻ ഭയങ്കര കഷ്ടമാക്കും. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കൊറോണയ്ക്ക് കുറേ കഷ്ടപ്പെട്ടു വിട്ടാ ഞങ്ങള്. കാരണം അന്നൊക്കെ ഓക്സിജനൊക്കെ കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നില്ലേ. അങ്ങനെ കഷ്ടപ്പെട്ട് എവിടെയൊക്കെയോ ഗ്രൂപ്പ് ഉണ്ടോ, തുപ്പിലിറക്കിയില്ല. വയ്യ ആച്ചി. അല്ല, ഇങ്ങനെ ഇരുന്ന് തുപ്പിലിറക്കത്തില്ല കുട്ടി. എനിക്ക് ഇതങ്ങ് നിർത്ത. അയ്യോ നിർത്തോ, മതി മോനെ, നിർത്തോ. ഈ കൈ കണ്ടോ? ഈ കൈ കാണിച്ചു കഴിഞ്ഞാൽ ചുമ നിർത്തിയിരിക്കണം കണ്ടോ? ഈ രേഖകൾ കണ്ടോ? ഇവിടെ ചിരിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ പൊട്ടത്തരൊക്കെ പറയും കേട്ടോ. അല്ല മോനെ ഉണ്ടോ? ഈ കൈ കണ്ടാ നിർത്തിയിരിക്കണോ? കണ്ടേ കൈകൾ ഞാനൊക്കെ പറഞ്ഞാലും അവിടെ ചിരിക്കൂട്ടോ. അവിടെ കോൺസെൻട്രേഷൻ മാറി കേട്ടോ. അപ്പൊ നമ്മളെന്താ പറഞ്ഞാൽ ആ കൊറോണ വന്ന സമയത്തൊക്കെ ഓക്സിജൻ സിലിണ്ടറിന് വരെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നല്ലോ. പിന്നെ ആകാശാച്ചിയാണെങ്കിൽ ഓരോ ഗ്രൂപ്പിലൊക്കെ ഇട്ടിട്ട് മോക്ക് ഇങ്ങനെ സുഖമില്ലാത്ത കുഞ്ഞാണ്, ഞങ്ങൾക്ക് അർജന്റ് ഓക്സിജൻ സിലിണ്ടർ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് എവിടുന്നൊക്കെയോ തപ്പി ആരൊക്കെയോ ഞങ്ങൾക്ക് കൊണ്ട് തന്നു കേട്ടോ ഓക്സിജൻ സിലിണ്ടർ. ഇപ്പോഴും വീട്ടിലുണ്ട് കേട്ടോ ഓക്സിജൻ സിലിണ്ടർ. അപ്പൊ അടുത്ത കൊറോണ വന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പേടിയാവുന്നു. എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, അടുത്ത വീട്ടിൽ ആരെങ്കിലും കോൾഡ് പിടിച്ച് തുമ്മിയാൽ ആദ്യം വരുന്നത് ആകാശം നോക്കായിരിക്കും. കാരണം ഇമ്മ്യൂണിറ്റി പവർ ഒത്തിരി കുറവാട്ടോ. അവിടെ എന്നെ സമ്മതിച്ച, കാരണം ഇമ്മ്യൂണിറ്റി പവർ ഒത്തിരി കുറവാണ്. അതുപോലെ തന്നെ ഈ നമ്മൾ സ്കൂളിൽ പോകുന്നുണ്ടല്ലോ, നമ്മൾ സ്കൂളിൽ പോയിട്ട് വന്നിട്ട് അവിടെ അടുത്തിരിക്കുന്ന പിള്ളേർക്കൊക്കെ പനിയായിരിക്കും. അപ്പൊ ആ പനി അവിടെ നിന്ന് മേടിച്ചോണ്ട് ഇവിടെ വന്നിട്ട് ആകാശം നമുക്ക് കൊടുക്കും. അല്ലേ മോളെ? അല്ലേടി? അങ്ങനെയാണ്. അപ്പൊ ഒരുപാട് നാൾ കൂടിയിട്ടാണ് ഒന്ന് പുറത്ത് പോയെങ്കിൽ പുറത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ഞാൻ പറയണോ വേണ്ടായോ? ഇവിടെ കഴിക്കുവാട്ടോ. ഇവക്ക് എന്റെ ഇങ്ങനെ വഴക്കുണ്ടാക്കാൻ എന്താ താല്പര്യമെന്നറിയോ? ഞാൻ ചാനലിൽ നമ്മുടെ വിശേഷങ്ങൾ ഇടണോ, ഇവിടെ കൂട്ടുകാരെ നോക്കിയിരിക്ക. വേണോ വേണമെങ്കിൽ കണ്ണടച്ച് കാണിക്ക. യൂട്യൂബിൽ ചാനൽ ഇടണം. മോക്ക് ഇഷ്ടമാണെങ്കിൽ കണ്ണടച്ച് കാണിക്ക. അവരെ കണ്ണടച്ച് കാണിക്ക. ചാനൽ നോക്കിയിട്ട് കണ്ണടച്ച് കാണിച്ചേ. ഇഷ്ടമാണെങ്കിൽ ആവശ്യമോളെ കണ്ണടച്ച് കാണിക്ക. എനിക്ക് ഇഷ്ടമാണെങ്കിൽ അമ്മയെ നോക്കി കണ്ണടച്ച് കാണിക്ക. ഗുഡ്. അത് കൊറേ സമയം എടുക്കും കേട്ടോ. ഇവളിങ്ങനെ ആലോചിച്ച് സ്ലോ ബ്രെയിനിലാണല്ലോ പ്രോയിൽ ആലോചിച്ച് വന്ന് കണ്ണടയ്ക്കണമെന്നൊക്കെ ചിന്തിച്ച് ഇപ്പൊ സംസാരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ആവരില്ല. ഒരു 2-3 മിനിറ്റ് ആന്ന് പറഞ്ഞിട്ടായിരിക്കും സൗണ്ട് വരിക. അല്ലേ മോളെ? അയ്യേ അങ്ങനെ കോൾഡ് ഇപ്പൊ 3-4 ദിവസമായിട്ട് കോൾഡ്. ഇപ്പോഴെന്തേ കോൾഡിന്റെ മരുന്ന് കൊടുത്തു കേട്ടോ. കോൾഡിന് മരുന്ന് കൊടുത്ത് പിന്നെ 3 നേരം ആവി പിടിക്കുന്നുണ്ട്. ഈ കോൾഡ് വരുമ്പോ ഡൗട്ട്, ആവി പിടിക്കണോ നെബുലൈസേഷൻ ചെയ്യണമെന്ന് ഡൗട്ട്. ലാസ്റ്റ് എന്താ, ആവിയും പിടിക്കും നെബുലൈസേഷനും ചെയ്യും. കാരണം മെയിനായിട്ട് ഈ കവെല്ലാം കൂടെ കെട്ടി അത് തുപ്പാനൊന്നും അറിയാതൊരു ഭയങ്കര കഷ്ടം. രാത്രി ഉറക്കമൊക്കെ ഭയങ്കര കുറേ. ഇന്നലെ ഉറങ്ങിയില്ലല്ലേ മുത്തേ? ഇന്നലെ ഉറങ്ങി നോക്കളെ നീ?
പാവ ഇന്നലെ ഉറങ്ങിയില്ല കേട്ടോ, കഷ്ടം. കുറെ നേരം ഞാൻ എടുത്ത് മടി വെച്ചോണ്ടൊക്കെ ഇരുന്നു. അതായത് മടി ഇരുന്നാല് കുഞ്ഞാണെങ്കിൽ എന്റെ മടിയിൽ ഒതുങ്ങി, നീളം വെച്ചോണ്ട് മടിയിൽ ഒതുങ്ങത്തില്ല. അപ്പൊ അവക്ക് വശം കിട്ടത്തില്ല. കുറെ നേരം ഞാൻ എടുത്തോണ്ട് എന്നിട്ട് പിന്നെ കിടത്തിയപ്പോ അവക്ക് ബ്രീത്തിങ് കിട്ടുന്നില്ല. പിന്നെ തലങ്ങണടി പിന്നെ ഒരു തലങ്ങണ എടുത്ത് വെച്ചിട്ടൊക്കെ കിടത്തിയതല്ലേ മുത്തേ. ഉറങ്ങിയില്ലേലും കഷ്ടമാണെന്നേ, ഉറങ്ങിയില്ലെങ്കിൽ ഫിക്സ് വരും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും പിടിച്ച് ഉറങ്ങണേന്ന് പ്രാർത്ഥിച്ചിട്ടാ കിടത്തുന്നത്. അല്ലേ മോനെ? അല്ല മോളെ? അങ്ങനെ ഇരിക്കുന്ന മോള്, സുഖമായിട്ടിരിക്കുന്ന. പിന്നെ ഞങ്ങൾ നാളെ ടാറ്റ പോവാണല്ലോ. നമ്മൾ നാളെ ടാറ്റ എവിടെ പോകുന്നത്? ഞങ്ങൾ ട്രെയിനിൽ നാളെ ടാറ്റ പോവാണല്ലോ. ആണോ? ട്രെയിനിൽ നാളെ ഞങ്ങൾ ടാറ്റ പോവാ. ബാഗ് ഒന്നും പാക്ക് ചെയ്തില്ല. ആകാശയുടെ ബാഗൊക്കെ ആര് പാക്ക് ചെയ്യും? ഞാൻ പാക്ക് ചെയ്യത്തില്ല. വേണമെങ്കിൽ എടുത്തിട്ട് പോയി പാക്ക് ചെയ്തോളാം. ഞാൻ പാക്ക് ചെയ്യത്തില്ല അല്ലേ കൂട്ടു? ഈ വാതുറപ്പല്ലാതെ ഒരിത്തിരി സൗണ്ട് പുറത്തോട്ട് വരുമോ? മോള് ഹായ് പറഞ്ഞു. ഹായ് എന്ന് പറഞ്ഞേ. ഹായ് ഹായ് എന്ന് പറഞ്ഞേ. ഇപ്പൊ സൗണ്ട് വന്നാട്ടോ. ഹായ് പറ പറ. ഹായ് ഓൾഡാട്ടോ. മൂക്കെല്ലാം അടഞ്ഞിരിക്കുക. ഇനിയിപ്പൊ ഇന്ന് അച്ഛ പുറത്ത് ജോലിക്ക് പോയൊക്കെ ഇനി വന്നു കഴിഞ്ഞിട്ട് ഒന്ന് ആവി പിടിക്കണം. ഞങ്ങൾ കുറച്ച് നെബുലൈസേഷൻ ചെയ്ത് മരുന്നൊക്കെ കുടിച്ചല്ലേ മുത്തേ. അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ടാറ്റ പോകുന്ന വീഡിയോ ഒക്കെ ഇടാന്ന് പറഞ്ഞ് എല്ലാവരും കാണണേന്ന് പറഞ്ഞ്. പിന്നെ മോടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഞങ്ങളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. പറ, നമ്മളെ സപ്പോർട്ട് ചെയ്യണേന്ന് പറഞ്ഞേ. സപ്പോർട്ട് ചെയ്തിട്ട് വേണം നമുക്ക് പുതിയ ഫോൺ മേടിക്കാം. ഫോണിന്റെ ഡിസ്പ്ലേ ഇങ്ങനെ വരയായി വരുന്നുണ്ട്. അതുകൊണ്ടാട്ടോ ഞാനിപ്പോൾ വീഡിയോ ഇടാത്ത. കാരണം ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഡിസ്പ്ലേ പോയി കഴിഞ്ഞാൽ ഫോൺ പോകുമെന്ന് പറയുന്നുണ്ടായിരുന്നു. നോക്കാൻ ട്രൈ ചെയ്യാം അല്ലേ മുത്തേ? ബൈ പറഞ്ഞു. ഇന്നത്തെ വിശേഷമുള്ള എല്ലാവരും ആശുമോളെ സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം, ഫ്രണ്ട്സിലൊക്കെ അയച്ചു കൊടുക്കണം. ലൈക്ക് അടിക്കാൻ മറക്കല്ലേ, കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ഞങ്ങളോട് എന്തെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ കമന്റ് ചോദിക്കണം കേട്ടോ. ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ. ബൈ ബൈ. സലാം. ബൈ.